റിപ്പോർട്ടർ ബ്രേക്കിംഗ്. സ്വർണം പൂശിയ വസ്തു ഉണ്ണികൃഷ്ണൻ പോറ്റി ബംഗളൂരുവിൽ എത്തിച്ചെന്ന് സ്ഥിരീകരിച്ച ക്ഷേത്രം ഭാരവാഹി. ശബരിമലയിലെ പ്രധാന വാതിൽ എന്ന പേരിൽ സ്വർണം പൂശിയ വസ്തു ഉണ്ണികൃഷ്ണൻ പോറ്റി ശ്രീരാംപുരയിലെ ക്ഷേത്രത്തിൽ എത്തിച്ചുവെന്നാണ് ഭാരവാഹി വിശ്വംഭരൻ റിപ്പോർട്ടറിനോട് പറഞ്ഞത്. അമ്പലത്തിലെത്തിച്ച വാതിൽ പൂജ നടത്തി. അതിനുശേഷം ഭക്തജനങ്ങളെ കാണിച്ചു. അന്ന് തന്നെ വാതിൽ ശബരിമലയിലേക്ക് തിരികെ കൊണ്ടുപോയി. ഉണ്ണികൃഷ്ണൻ പോറ്റി ക്ഷേത്രത്തിലെ പൂജാരി ആയിരുന്നെന്നും വിശ്വംഭരൻ പറയുന്നു. ഇവിടെ കൊണ്ടുവന്നത് ശബരിമലയിലെ മെയിൻ ഡോർ എന്ന് പറഞ്ഞത് ഇവിടെ കൊണ്ടുവന്ന് പബ്ലിക്കിനെല്ലാം കാണിച്ചിട്ട് അന്ന് രാത്രി തന്നെ പാക്ക് ചെയ്തു. അത്ര എനിക്കറിയാം. അതിനുശേഷം ഇവിടെ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ ആകാത്തതുകൊണ്ട് ഇവിടുന്ന് വിട്ടുപോയി. അവിടുന്ന് നേരെ പോയത് ശബരിമലയ്ക്കാണ്. അമ്പലമായിട്ട് ബന്ധപ്പെട്ട വേറെ സാധനങ്ങളൊന്നും ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. ശബരിമലയിലെ വാതിലെന്നും പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് അപ്പോൾ ഭഗവാനുള്ളവരുടെ വിശ്വാസം കൊണ്ട് നമ്മളിവിടെ അത് അലവ് ചെയ്തു. ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല. പിറ്റേ ദിവസം ആന്ധ്രയിൽ നിന്ന് ഒരാൾ വന്നിരുന്നു ഇവിടെ. അവരുടെ ജ്യേഷ്ഠനാണ് ഇതോ ഉണ്ടാക്കിയതെന്നും പറഞ്ഞു. അത് എവിടെയെന്ന് ചോദിച്ചു. ഞാൻ ഇന്നലെ ഒരാൾ കൊണ്ടുവന്ന് ഇവിടുന്ന് എല്ലാവരെയും കാണിച്ചിട്ട് കൊണ്ടുപോയെന്ന് പറഞ്ഞു. അത്രയും. ഉണ്ണികൃഷ്ണന് ഒരു രമേശൻ റാവു എന്നൊരാളുണ്ടായിരുന്നു. പിന്നെ ഒരു സ്വാമിജി, ഒരു 3 പേരും കൂടെ ഇവിടെ കൊണ്ടുവന്നു. അതേസമയം കേരളത്തിന് പുറത്തുള്ള അയ്യപ്പ ഭക്തരെ ചൂഷണം ചെയ്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി പണം തട്ടിയെന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നു. വഴിപാടുകളുടെ പേരിൽ നിരവധി ധനികരായ ഭക്തരെ ചൂഷണം ചെയ്തു. തട്ടിയെടുത്ത പണം ബ്ലേഡ് പലിശയ്ക്ക് നൽകിയെന്നാണ് നിഗമനം. വിവാദത്തിന് പിന്നാലെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ ഒളിവിലാണ്. അന്വേഷണ സംഘം ബംഗളൂരുവിൽ എത്തിയിട്ടുണ്ട്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി സ്പോൺസർക്ക് കൈമാറിയതിൽ ഉദ്യോഗസ്ഥ വീഴ്ച സമ്മതിക്കുകയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയത് തെറ്റാണെന്ന് PS പ്രശാന്ത് പ്രതികരിച്ചു. സമഗ്രാന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനാണ് ബോർഡിന്റെ നീക്കം. ഞാൻ പറയുന്നത് 99-ലാണ് വിജയ് മല്യയുടെ ഈ സ്വർണ്ണപ്പൂശൽ നടക്കുന്നത്. അവിടെ മുതൽ 2025 വരെയുള്ള കാര്യങ്ങൾ സമഗ്രമായി അന്വേഷിക്കണമെന്നാണ് ദേവസ്വം ബോർഡിൻ്റെ നിലപാട്. അത് ഞങ്ങൾ കോടതിയോട് ആവശ്യപ്പെടും. ഈ 2019 ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ കാര്യങ്ങളിൽ ഈ കൊടുത്തുവിട്ട കാര്യത്തിലായാലും ഒരിക്കലും അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ പാടില്ലായിരുന്നു. കൊടുത്തുവിട്ടതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിൽ മാത്രമല്ല 99 മുതൽ നടക്കട്ടെ അന്വേഷണം. 2025 വരെയും നടക്കട്ടെ. സമഗ്രമായൊരു അന്വേഷണം നടക്കട്ടെ. അതിൽ കൂടി എല്ലാ കാര്യങ്ങളും പുറത്തു വരുത്തേ. ഈ 18 സ്ട്രോങ് റൂമുകളുടെയും കൃത്യമായ കണക്കുകൾ സൂക്ഷിച്ചിട്ടുണ്ട്. C കാറ്റഗറി ഇത് 3ലും പെടാത്തത്. ഈ 3ലും പെടാത്ത 467 കിലോഗ്രാം സ്വർണം ഞങ്ങൾ കൈമാറി കഴിഞ്ഞു. കാരണം അല്ലെങ്കിൽ അയാളുടെ കൈവരിച്ചിരിക്കുന്ന ഒരു സാധനം ദേവസ്വം ബോർഡിൻ്റെ കൊണ്ടൊന്നും എന്തിനാ കള്ളം പറയുന്നത്? ആഗോള അയ്യപ്പ സംഗമത്തിന് 6 ദിവസം മുമ്പാണ്. അപ്പോൾ അതിൽ ആസൂത്രണമുണ്ട്, ഒരു സംശയമില്ല. ഉണ്ണികൃഷ്ണൻ കോറ്റിയെക്കുറിച്ചൊന്നും ഇപ്പോൾ ആരൊന്നും മിണ്ടുന്നില്ലല്ലോ. അഭിജിത്ത് മുഴക്കുന്ന ബംഗളൂരിൽ നിന്നും ക്ഷേത്ര ഭാരവാഹിയുടെ പ്രതികരണത്തിന്റെ വിശദാംശങ്ങളുമായി, ഒപ്പം തന്നെ റാഹിസ് റഷീദ് പോറ്റിക്കെതിരായ വിജിലൻസിന്റെ കണ്ടെത്തൽ വിശദാംശങ്ങളുമായി ആദ്യം അഭിജിത്തിലേക്കാണ്. അഭിജിത്ത്, ഇപ്പോൾ ബംഗളൂരുവിൽ അഭിജിത്ത് എത്തുമ്പോൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഈ പറയുന്ന ശബരിമലയിലെ വാതിലെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാളി അവിടെ കൊണ്ടുപോകുന്നു, അവിടുത്തെ ഭക്തരെ കാണിക്കുന്നു, അവിടെ അവർക്ക് അതിനെ പ്രാർത്ഥിക്കാനുള്ളൊരു അവസരം ഒരുക്കുന്നു. ഈ രൂപത്തിൽ പിറ്റേ ദിവസം തന്നെ അത് കൊണ്ടുപോയി എന്നാണല്ലോ ഇപ്പോൾ ഒരു ഭാരവാഹിയായ വിശ്വംഭരൻ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം അവിടെ ഈ ഭക്തരിൽ നിന്നും പണം വാങ്ങുന്ന രീതി അടക്കം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ അറിയണം. അപ്പോൾ അഭിജിത്തിന്റെ അന്വേഷണത്തിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞ കാര്യങ്ങൾ എന്താണ്? അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ബംഗളൂരുവിൽ എന്താണ് ചെയ്യുന്നത്? സ്മൃതി, അടിമുടി ദുരൂഹം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം വിജിലൻസ് കണ്ടെത്തിയ ചില കാര്യങ്ങൾ അത് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് നമുക്ക് ബംഗളൂരുവിൽ നിന്ന് ലഭ്യമാകുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സ്മൃതി, അറ്റകുറ്റപ്പണികൾക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിച്ച സ്വർണ്ണപ്പാളി അത് ചെന്നൈയിൽ എത്തുന്നതിന് 40 ദിവസത്തെ ഇടവേളയുണ്ടായി. ഈ ഇടവേളയിൽ എവിടേക്കാണ് സ്വർണ്ണപ്പാളി കൊണ്ടുപോയത് എന്നുള്ള വിജിലൻസിന്റെ അന്വേഷണമാണ് ബംഗളൂരുവിലേക്ക് എത്തിക്കുന്നത്. ബംഗളൂരുവിലെ ശ്രീരാംപുരയിലെ ഒരു അയ്യപ്പ ക്ഷേത്രത്തിൽ സ്വർണം പൂശിയ ഒരു വസ്തു അത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രദർശിപ്പിച്ചിരുന്നു. ഭക്തജനങ്ങൾക്ക് കാണാനുള്ള അവസരം നൽകിയിരുന്നു എന്നുള്ള കണ്ടെത്തൽ അത് വിജിലൻസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ ശ്രീരാംപുരയിലെ ക്ഷേത്രം ഭാരവാഹിയോട് പ്രതികരണം ആരായുന്നത്. അപ്പോൾ അദ്ദേഹം കൃത്യമായി പറയുന്നു, ഈ കാലഘട്ടത്തിൽ, അതായത് ഈ 2019 ഈ സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോയ അതേ കാലഘട്ടത്തിൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം പൂശിയ ഒരു വസ്തു ശ്രീരാംപുരയിൽ എത്തിച്ചിട്ടുണ്ട്. അത് ശബരിമലയിലെ ശ്രീകോവിലിന്റെ വാതിൽ എന്ന് പരിചയപ്പെടുത്തിയാണ് ഇവർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ശബരിമലയിലെ വാതിലാണ്. അപ്പോൾ അത് ഇവിടെ പൂജ നടത്താനുള്ള സൗകര്യം ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവർ ഒരുക്കി നൽകി. അങ്ങനെ ഇവിടെ വെച്ച് ആദ്യം ഒരു പൂജ നടത്തി. പിന്നാലെ
ഭക്തജനങ്ങൾക്ക് ഇത് കാണാനുള്ള അവസരവും ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരുക്കുകയുണ്ടായി. പിന്നീട് അന്ന് രാത്രി തന്നെ, അതായത് ഒരു ദിവസം വൈകുന്നേരത്തോടു കൂടി ഇതിവിടേക്ക് കൊണ്ടുവരുന്നു. അന്ന് രാത്രി തന്നെ ഈ വാതിൽ എന്ന് പറയുന്ന ആ സ്വർണം പൂശിയ വസ്തു ഇവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. 3 പേരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സംഘത്തിലുണ്ടായിരുന്നത്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ 3 പേർ ഈ സംഘത്തിലുണ്ടായിരുന്നു. ഒന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി, പിന്നെ രമേശ് എന്ന് പരിചയപ്പെടുത്തിയ ഒരാൾ, ഒപ്പം തന്നെ ഒരു സ്വാമിജിയും ഈ സംഘത്തിലുണ്ടായിരുന്നു. അതിനുശേഷം അതിവിടെ നിന്ന് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. തൊട്ടടുത്ത ദിവസം ആന്ധ്രയിൽ നിന്ന് എന്ന് പരിചയപ്പെടുത്തിയ ഒരാൾ ഇവിടേക്ക് എത്തിയിരുന്നു. ഈ സ്വർണ്ണപ്പാളി എവിടെയാണ്, ഈ സ്വർണം പൂശിയ വസ്തു എവിടെയാണ് എന്ന് ഈ ക്ഷേത്രം ഭാരവാഹികളോട് ആരാഞ്ഞിരുന്നു. പക്ഷെ അവർ ഇങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് കൊണ്ടുപോയി എന്നുള്ള കാര്യം മറുപടി നൽകുകയും ചെയ്തു. ഏതായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്മൃതി, ഇത് ഈ ദ്വാരപാലകന്മാരുടെ സ്വർണ്ണപാളിയാണോ എന്ന കാര്യത്തിൽ ഈ ക്ഷേത്രം ഭാരവാഹികൾക്കൊരു വ്യക്തതയില്ല. സ്വർണം പൂശിയ ഒരു വസ്തുവാണ് അത്. ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ വാതിൽ എന്ന് പരിചയപ്പെടുത്തിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടേക്ക് കൊണ്ടുവരികയും ചെയ്തത്. അപ്പോൾ കൃത്യമായി തന്നെ പറയുകയാണെങ്കിൽ ഇങ്ങനെ ചില ഇടപാടുകൾ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ചില ചടങ്ങുകൾ കാര്യങ്ങളൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിട്ടുണ്ട്. അതിനൊരു സ്ഥിരീകരണമാവുകയാണ്. അതിലേതെങ്കിലും തരത്തിൽ പണം വാങ്ങിയിട്ടുണ്ടോ എന്ന കാര്യത്തിലാണ് ഇനിയൊരു അന്വേഷണം ഉണ്ടാകേണ്ടത്. അതിലിപ്പോൾ ഈ ക്ഷേത്രം ഭാരവാഹികളുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഒരു പക്ഷേ അതിനൊരു സാധ്യതയുണ്ടാകാം, പക്ഷേ തങ്ങൾക്കതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു വ്യക്തതയില്ല. ഇദ്ദേഹം മുൻപ് ഈ ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു. 2004 അദ്ദേഹത്തെ ചില കാരണങ്ങൾ കൊണ്ട് ഇവിടെ നിന്ന് മാറ്റി നിർത്തി. അതിനുശേഷം അയാൾ നേരെ പോകുന്നത് ശബരിമലയിലേക്കാണ്. പിന്നീട് തിരിച്ചെത്തുന്നത് 2019 ആ സമയത്താണ് ഈ രീതിയിലുള്ള സ്വർണം പൂശിയ വസ്തു ക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്നതും പൂജ നടത്തുന്നതും ഭക്തജനങ്ങൾക്ക് അത് കാണാനുള്ള അവസരം ഒരുക്കി നൽകുന്നതും. ഏതായാലും ഇതിലിപ്പോൾ നേരത്തെ നമ്മൾ പുറത്തു വന്ന വാർത്തകൾ അനുസരിച്ചാണെങ്കിൽ വിവേക് ജെയിൻ എന്നയാളെ കൂടി ചുറ്റിപ്പറ്റി അന്വേഷണം നടക്കുന്നുണ്ട്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നമ്മളിപ്പോൾ ഉള്ള ഈ ശ്രീരാംപുരയിലെ ക്ഷേത്രത്തിന് തൊട്ടടുത്ത് തന്നെയാണ് താമസം. നമ്മൾ അദ്ദേഹത്തോട് പ്രതികരണം ആരാഞ്ഞിരുന്നു. പക്ഷെ നിലവിൽ പ്രതികരിക്കാൻ തയ്യാറല്ല. താൻ കോടതിയിൽ മറ്റു കാര്യങ്ങൾ പറഞ്ഞോളാം എന്ന രീതിയിലുള്ള മറുപടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അദ്ദേഹം ദിനംപ്രതി, അതായത് നിത്യേന ഈ ക്ഷേത്രത്തിലെ സന്ദർശകനാണ്. ദർശനത്തിനായി അദ്ദേഹം ക്ഷേത്രത്തിലേക്ക് എത്താറുണ്ട് എന്നും ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നു. ഏതായാലും വിജിലൻസിന്റെ അന്വേഷണം തുടരുന്നുണ്ട്. അതിൻ്റെ ഒരു ഘട്ടത്തിൽ തന്നെയാണ്, ഏറ്റവും നിർണായകമായ ഘട്ടത്തിലാണുള്ളത്. സ്വർണം പൂശിയ ഒരു വസ്തു അത് ബംഗളൂരുവിലേക്ക് എത്തിച്ചു എന്നുള്ള വിജിലൻസിന്റെ കണ്ടെത്തൽ സ്ഥിരീകരിക്കുന്ന ചില പ്രതികരണങ്ങളാണ് റിപ്പോർട്ടറിന് ഇവിടെ എത്തുമ്പോൾ ലഭ്യമാക്കാൻ. ശരി, റഹീസ് റഷീദ് ഉണ്ട്. റഹീസ് റഷീദ്, ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരായ കണ്ടെത്തൽ എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ പാളി കൈമാറിയത് തന്നെ തെറ്റായിപ്പോയി എന്നൊരു വിലയിരുത്തലേക്ക് ദേവസ്വം ബോർഡ് എത്തുന്നുണ്ട്. അത് തുറന്നു പറയുന്ന സാഹചര്യത്തിലേക്കും എത്തുകയാണല്ലോ. സ്മൃതി, ഉണ്ണികൃഷ്ണൻ പോറ്റി കേരളത്തിന് പുറത്തുള്ള ധനികരായ അയ്യപ്പ ഭക്തരെ ചൂഷണം ചെയ്തു എന്ന വിവരമാണ് വിജിലൻസിന്, തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ വിജിലൻസിന് ലഭിച്ചിരിക്കുന്നത്. അതിന് ചില തെളിവുകൾ ലഭിച്ചു. പ്രധാനമായും തട്ടിപ്പ് നടത്തിയത് സന്നിധാനത്ത് ഏതെങ്കിലും ഒരു കാര്യം സമർപ്പിക്കാമെന്ന് പറഞ്ഞ് കൂടുതൽ ആളുകളിൽ നിന്ന് പണം വാങ്ങി. ഉദാഹരണമായി പറഞ്ഞാൽ ദ്വാരപാലക ശില്പത്തിന് സ്വർണം പൂശാൻ എന്ന് പറഞ്ഞ് 1-ലധികം ആളുകളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി. അത് 5ഓളം പേരിൽ നിന്ന് പണം വാങ്ങി എന്നതാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. അതായത് ഒരു കാര്യം പറഞ്ഞ് 5 പേരോട് പണം വാങ്ങി, ഒരാളുടെ പണം ഉപയോഗിച്ച് ആ കാര്യം സാധിക്കുകയും ബാക്കി 4 പേരുടെ പണം പോക്കറ്റിലിടുകയും ചെയ്യുക എന്നതായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ രീതി. എന്ന് മാത്രമല്ല, പണം നൽകുന്ന ആളുകൾ അവരുടെ പേര് വിവരങ്ങൾ പരസ്യപ്പെടുത്താൻ തയ്യാറല്ലാത്തത് കൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇടനില നിർത്തി അയ്യപ്പന് വിശിഷ്ടമായ കാര്യങ്ങൾ സമർപ്പിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആ പണം കൊടുത്ത 5 പേർക്കും ആരുടെ പേരിലാണ് അതവിടെ സമർപ്പിച്ചതെന്ന് വ്യക്തമല്ല. ഞാൻ പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ വിചാരം എൻ്റെ പണം കൊണ്ട് സ്വർണം പൂശിയതാണ് സന്നിധാനത്ത് എത്തിച്ചതെന്നാണ്. നേരെ മറിച്ച് സ്മൃതിയാണ് പണം കൊടുത്തതെങ്കിൽ സ്മൃതിയും വിചാരിക്കും സ്മൃതിയുടെ പണം കൊണ്ട് സ്വർണം പൂശിയത് സന്നിധാനത്ത് എത്തിച്ചതെന്ന്. ആ രീതിയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി തട്ടിപ്പ് നടത്തിയത്. ആ തട്ടിപ്പിൽ നിന്ന് കിട്ടിയ പണം വലിയ കൊള്ളപ്പലിശയ്ക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന വിവരവും അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യാൻ തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ വിജിലൻസ് SP സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള ടീം തീരുമാനിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ ചോദ്യം ചെയ്യൽ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. സ്മൃതി. ശരി, അഭിജിത്തും ഒപ്പം തന്നെ റഹീസ് റഷീദുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.